നടുവേദനയ്ക്കുള്ള കുറച്ച് എക്സസൈസസ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. അപ്പോൾ നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദന ഉള്ളവരാണോ നിങ്ങൾക്ക് ഡിസ്ക് പ്രൊലാപ്സ്, അതായത് ഡിസ്ക് പോയി ഞരമ്പിൽ തട്ടുന്നുണ്ടോ എങ്കിൽ ഈ എക്സസൈസ് നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ സ്പൈനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ മുന്നിലോട്ടാണ് കുനിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസസ് നമ്മുടെ സ്പൈൻ്റെ എക്സ്റ്റൻഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മളിങ്ങനെ കമന്നൊന്ന് കിടക്കുക. നമ്മളിങ്ങനെ കമന്ന് ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് കിടക്കുമ്പോൾ നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവും, നമ്മുടെ പിന്നിലത്തെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മുടെ റിസ്റ്റും എൽബോയും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നിലത്തിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നെഞ്ചും തലയും കൂടെ പൊക്കുക. ഹിപ്പ് അവിടെ ഉറച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതൊരു 15 പ്രാവശ്യം 3 റിപ്പീറ്റേഷൻസ് ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് എൽബോയും കൂടെ പൊക്കണം. അതായത് ഇങ്ങനെ പൊക്കിയിട്ട് സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം, അതായത് കിടന്നിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, ഹിപ്പിൽ പിടിക്കുക, എന്നിട്ട് മാക്സിമം സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചെറിയ എക്സസൈസാണ്. ഈ എക്സസൈസ് വഴി ചെറിയ ഡിസ്ക് പ്രൊലാപ്സുകൾ, അതായത് ഡിസ്ക് പോയി ഞരമ്പിൽ തട്ടുന്ന അവസ്ഥ, അവിടുത്തെ ചെറിയ മസിൽ ക്യാച്ചുകൾ, ഇതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ സയാറ്റിക്ക പെയിൻ, അതായത് കാലുമിലേക്കുള്ള വേദനയൊക്കെ കുറയാൻ സഹായിക്കുമെന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വേദന കൂടുകയാണെങ്കിൽ, കാലുമിലേക്കുള്ള വേദന കൂടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് സ്റ്റോപ്പ് ചെയ്യണം, അവിടെ തന്നെ നിർത്തണം. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് അത് ഡയഗ്നോസിസ് ആദ്യം കൺഫേം ചെയ്യൂ. എന്നിട്ട് ഈ എക്സസൈസ് എല്ലാം ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ.